സിദ്ധു, റാഷി ഖന്ന, ശ്രീനിധി ഷെട്ടി എന്നിവർ കേന്ദ്ര കഥാപാത്രമായ എത്തിയ മൂവിയാണ് തെലുസ് കഥ. ഈ ഒരു മൂവി ഇനി ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു കഴിഞ്ഞ് മാത്രം ഈ ഒരു വീഡിയോ വിസിറ്റ് ചെയ്യുക. സ്പോയിലേഴ്സ് ഇൻവോൾവ് ആയിരിക്കും. സിദ്ധുവിൻ്റെ ക്യാരക്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ക്യാരക്ടർ ബ്രേക്കപ്പിലാണ്. സോ ആ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുന്ന ഒരു ടൈമാണത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നായകൻ കുറേ വെറൈറ്റി ഡിസിഷൻസ് എടുക്കുന്നു. ഫസ്റ്റ്, ഈ ഒരു ഈസ്ട്രജനേക്കാളും പവർ ടെസ്റ്റോസ്റ്ററോൺ ആണ് പറയുന്നുണ്ട്. പവർ സെൻറ്റർ തനിക്ക് വേണം. അതായത് ആക്സെപ്റ്റ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനുള്ള പവർ റിലേഷൻഷിപ്പിൽ പെൺകുട്ടികൾക്കാണ്. പക്ഷേ ആ ഒരു പെൺകുട്ടികളെക്കാളും കൂടുതൽ ഡിസിഷൻ മേക്കിംഗ് പവർ തനിക്ക് വേണമെന്നുള്ളതാണ് ആ ഒരു നായകൻ കൂട്ടാൻ്റെ ആദ്യമേ മേടിച്ചെടുക്കുന്ന സത്യം ഇരുപതിക്കപ്പ് കഴിയുമ്പോഴത്തേക്കും. സോ അതിനോട് തന്നെ സങ്കടം, വീക്ക്നെസ്, അങ്ങനെയുള്ള ആണുങ്ങളുടെ സങ്കടവും വീക്ക്നെസ്സും ഒക്കെ പെൺകുട്ടികളോട് പറഞ്ഞാൽ പെൺകുട്ടികൾ അപ്പം തന്നെ സ്ഥലം വിടും. അതും പാടില്ല എന്നുള്ള വിശ്വാസമുണ്ട് നായകന്. സോ അങ്ങനെയുള്ള ഒരു നായകനെയാണ് ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നായകൻ പിന്നെ ടഫ് ആൻഡ് റഫ് ആവുന്നു. പക്ഷേ മൊത്തത്തിൽ അങ്ങ് റഫ് ആവുന്നില്ല. കാരണം ഈ ഒരു ലവ് മാരേജിൽ ഭാഗ്യമില്ലെന്ന് പറഞ്ഞ നായകൻ നേരെ അറേഞ്ച്ഡ് മാരേജിൽ പോയി തലവെക്കുന്നു. അവിടെ റാഷി ഖന്നയുടെ ക്യാരക്ടർ വരുന്നു. അങ്ങനെ റാഷി ഖന്നയുടെ ക്യാരക്ടറിന് ഒരു കാറും ഓഫർ ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഫാമിലിയും കിഡ്സും വേണമെന്നുള്ള ആവശ്യവും നായകൻ പറയുന്നു. കാരണം നായകൻ ഒരു അനാഥനാണ്. അതാണ് നായകൻ്റെ ആഗ്രഹം. പക്ഷേ നായകൻ്റെ ആഗ്രഹം നടക്കുന്നില്ല കല്യാണം കഴിഞ്ഞിട്ട്. കാരണം നായിക പ്രഗ്നൻ്റ് ആവാൻ പറ്റില്ല നായികയ്ക്ക്, ഈ ഒരു റാഷി ഖന്നയുടെ ക്യാരക്ടറിന്. അപ്പോഴാണ് തൻ്റെ എക്സ് ലവർ ആയിട്ടുള്ള ശ്രീനിധി ഷെട്ടി പിക്ചറിലോട്ട് വരുന്നത്. കാരണം ഈ ഒരു റാഷി ഖന്ന ഇങ്ങനെ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും സോ വേറൊരു വഴി ട്രൈ ചെയ്യുന്നു. ആ ഒരു മദർ ആവുന്നത് ഈ ഒരു ശ്രീനിധി ഷെട്ടിയുടെ ക്യാരക്ടറാണ്. അത് നായകൻ അറിയുന്നു. നായകൻ ബ്രില്യൻ്റ് ആയതുകൊണ്ട് എക്സ് ലവറിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. ഈ ഒരു